ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷെ നല്ല എരിവായിരുന്നു. 2 അപ്പം ഒരു മുട്ടക്കറിയായിരുന്നു. ഇത് കഴിച്ചിട്ട് വേണം നമുക്കിന്ന് ട്രിവാൻഡ്രത്ത് ഒരു ക്ലാസ്സിന് പോകാൻ. ഞാൻ സുമയും കൂടെ സ്കൂട്ടിയിലാണ് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ വരാൻ താമസിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ വരുന്നത് വരെ ഞാൻ എന്തായാലും കാപ്പിയൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ക്ലാസ്സിലിരുന്നപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്കൊരു ചായയും ഉഴുന്നുവടയും ചമ്മന്തിയും കിട്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും നേരത്തെ കഴിച്ചു, പക്ഷെ ഞാനൊന്ന് തണുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പിറകെയുന്ന ഒരാളാണെങ്കിൽ വീഡിയോ എടുക്കുകയാണ്. നമ്മൾ ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് രണ്ടുപേരും എപ്പോഴും കുശലം പറയുന്നതുകൊണ്ട് ബാക്കി ഇരിക്കുന്ന ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ ഒത്തിരി പ്രയാസപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ രണ്ടുപേരും ഭയങ്കര സംസാരമായത് അത് വേറൊന്നും കൊണ്ടല്ല, ക്ലാസ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു. പിന്നെ അതൊന്നും വലിയതായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുമിയുടെ സംശയം ചോദിക്കും. അപ്പോൾ വട കഴിച്ചപ്പോഴത്തേക്കും നമ്മളെ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ എന്നെ പറഞ്ഞു, ഇതുവരെ വട കഴിച്ച് തീർന്നില്ലേന്ന്. പക്ഷേ ഞാനൊത്തി എല്ലാത്തിലും സ്ലോയാണ്. ചായ കിട്ടിയാലും പയ്യെ കുടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലാസ് തുടങ്ങി. അത് കഴിഞ്ഞ് ക്ലാസ് ശ്രദ്ധിക്കാമെന്നൊക്കെ വിചാരിച്ചു. അതിനിടയിൽ മോഡലിങ്ങിന് പോയ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചീൻ്റെ അടുത്ത് ചോദിക്കുക, 2 വട കിട്ടിയോന്ന്. നീ ഇതുവരെ കഴിച്ചു തന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, 1 വട കിട്ടിയോളൂ, ഇപ്പോഴാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ വടയൊക്കെ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ കുറച്ച് നോട്ട്സൊക്കെ എടുത്ത് എഴുതി. അങ്ങനെ ക്ലാസ്സിൽ ഫുൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കങ്ങനെ വലുതായിട്ടൊന്നും മനസ്സിലായില്ല. എന്നാലും ചിലതൊക്കെ മനസ്സിലായി. ഫുൾ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഫുൾ ഇംഗ്ലീഷായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാസ്സിനിടയിൽ നമുക്കൊരു കാർഡ് കിട്ടി. ഈ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഐക്കോണിക്കിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഫുൾ ഐക്കോണിക്കിൻ്റെ പ്രൊഡക്റ്റ് വെച്ചായിരുന്നു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തത്. ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു, ഹെയർ കട്ടിങ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ നമുക്കുണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഫേഷ്യലിൻ്റെ ക്ലാസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫേഷ്യലിൻ്റെ ക്ലാസ് തുടങ്ങാൻ നമുക്ക് കുറച്ച് താമസിച്ചു. പക്ഷേ ഹെയർ കട്ടിങ്ങിൻ്റെ ക്ലാസ്സും ഹെയർ സ്റ്റൈൽ 2 ഹെയർ സ്റ്റൈലുകളുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല ക്ലാസ്സുകളായിരുന്നു. നമുക്ക് പിന്നെ അതിനുശേഷം നമുക്ക് ടോക്കൺ തന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. എനിക്കും സുമ്മിക്കും ടോക്കൺ തന്നു. അങ്ങനെ 2 പേരും ടോക്കണൊക്കെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ടോക്കൺ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ടോക്കൺ സൂക്ഷിച്ച് വെച്ചേക്കണം. അപ്പോൾ എൻ്റെ ടോക്കണും കൂടെ ഞാൻ സുമ്മിക്ക് എടുത്ത് കൊടുത്തു. പറഞ്ഞു, എന്തായാലും നീ വെച്ചേക്ക് എന്നും പറഞ്ഞ് അവൾക്ക് കൊടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പരസ്പരം ബാക്കിയിരുന്ന ചേച്ചിയാണെങ്കിൽ നമ്മളെ കുറേ നേരം കൊണ്ട് സഹിക്കുകയാണ്. എന്നാലും സാരമില്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ക്ലാസ്സൊക്കെ നമ്മൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത്, അതുപോലെ നമ്മൾ ക്ലാസ്സൊക്കെ നോട്ട്സൊക്കെ എഴുതിയെടുത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ബാക്കി ഇരിക്കുന്ന ചേച്ചി പറയണം, എന്നാൽ പിന്നെ എന്നെയും കൂടെ ഇടും, നിങ്ങളെ മാത്രം എടുക്കണ്ട, എന്നെയും കൂടെ എടുക്കണം. അങ്ങനെ പിന്നെ ചേച്ചിയും കൂടെ കുറച്ച് പോസ്റ്റൊക്കെ തന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതാണ് ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്ത മോഡൽ ചേച്ചി കേട്ടോ. ഈ ചേച്ചി അത്യാവശ്യം ടി വിയിലൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ ഹെയർ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തന്നല്ലോ, നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ മൈക്കൊക്കെ തന്ന് നമ്മളെ ഓരോരുത്തരും ഒരു എത്ര വർഷമായി പാർലർ തുടങ്ങിയിട്ട് ഏതാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായമൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് 4 വർഷമായി എക്സ്പീരിയൻസേ ഉള്ളൂ, പിന്നെ എനിക്ക് ഹെയർ സ്റ്റൈൽ ആൻഡ് ഹെയർ കട്ടിങ് ആണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ്. ഇതാണ് ഹെയർ സ്റ്റൈൽ ചെയ്തത് കേട്ടോ. ഇതൊരു നമ്മൾ പിറകെ ഇരുന്നൊരു ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ മോളെയാണ് കൊണ്ടുവന്ന് ഒരു മോഡലിങ് ആക്കിയത്. അപ്പോൾ ഇത് ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. ബാക്കിലൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിരുന്നു, കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പഠിപ്പിച്ച മാം. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന ചേച്ചി എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം എനിക്ക് അത്രയ്ക്ക് ഫുൾ ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞുകൊടുത്ത ആളാണ്. പക്ഷേ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ ഇംഗ്ലീഷിനെ വെറുത്തിരുന്നൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആ ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്. പക്ഷേ എനിക്ക് ഇനി ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുക്കണം, എന്തായാലും പഠിച്ചെടുക്കാം ഞാൻ. കാരണം നമ്മളെ ഈ ജോലിയിൽ ഇത്തിരി അത്യാവശ്യം നല്ല ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ചേച്ചി അങ്ങനെ നമ്മൾ കൂടുതലും പറഞ്ഞ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ശരവണ ഹോട്ടലിൽ കയറി. നമ്മൾ സുമി പൂരിയും പിന്നെ ചമ്മന്തിക്കറിയാണ് കഴിച്ചത്. പക്ഷേ എനിക്ക് മസാല ദോശ മതി എന്ന് പറഞ്ഞു. മസാല ദോശ വരാൻ കുറച്ച് താമസിച്ചു.
അതുവരെ ഞാൻ കാപ്പിയൊക്കെ ഒന്ന് തണുപ്പിച്ച് ആറ്റി കുടിക്കാമെന്ന് വിചാരിച്ചു. സുമിക്കാണെങ്കിൽ വിശന്ന് വയ്യാത്തതുകൊണ്ട് അവൾ കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എന്തായാലും എനിക്ക് മസാല ദോശ വരാത്ത താമസിച്ചു, അതുകൊണ്ട് മസാല ദോശ കൊണ്ടുവന്നതിന് ശേഷമാണ് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.